ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലിനൂസ് പ്ലാനറ്റ്. ലിനൂസ് പ്ലാനറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡയറ്റീഷ്യൻ ലിൻഷ ഷെറിൻ. സോ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് PCOD, PCODക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ PCOD നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് PCODക്കാരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന പോഷകാഹാരക്കുറവ്. ഇത്തരത്തിലുള്ള പോഷകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? PCODയുടെ സിംറ്റംസ് കൂടുമോ? ഇത് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PCOD നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ഓരോ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ആഴത്തിൽ നമ്മൾ സംസാരിക്കാനായിട്ടുള്ളതുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. വൈറ്റമിൻസിൽ പ്രധാനമായും വൈറ്റമിൻ ഡി, അതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ B12, വൈറ്റമിൻ B6, ഫോളിക് ആസിഡ് പോലുള്ള വൈറ്റമിൻ്റെ കുറവ് ശരീരത്തിൽ കാണാറുണ്ട്. PCOD ഉള്ളവർക്ക് കാണാറുണ്ട്. ഇതിന് മെയിൻ റീസൺ നമ്മുടെ സാധാരണഗതിയിൽ PCOD ഉള്ള ആളുകൾക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. നമ്മുടെ ദഹനത്തിനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്, ഗ്യാസ്, അതുപോലെ തന്നെ വയറുറയ്ക്കുന്ന ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പലർക്കും. അതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ അല്ലെങ്കിൽ വോമിറ്റിംഗ് പോലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട്. ഇതൊക്കെ PCODയുടെ കോംപ്ലിക്കേഷനായിട്ട് പലർക്കും പല രീതിയിൽ കാണാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മൂലവും അതുപോലെ തന്നെ PCODയിൽ വരുന്ന മറ്റ് ഹോർമോണൽ കോംപ്ലിക്കേഷൻസ് മൂലവും പലതരത്തിലുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. അത് അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്ക് സാധിക്കുന്നില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ ഡെഫിഷ്യൻസി വരും. PCOD മൂലം നമ്മൾ ഒരുപാട് മെഡിസിനൽ തെറാപ്പി എടുക്കുന്ന സമയത്ത് വൈറ്റമിൻ B പോലുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകാറുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ എ കുറവാണെങ്കിൽ പൂർണ്ണമായും നമ്മുടെ അണ്ടവളർച്ച എത്താതെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വൈറ്റമിൻ എക്ക് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ PCOD ഉള്ള ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്യാൻസറിലേക്കൊന്നും നമ്മുടെ ഈ ഓവറിനെ അല്ലെങ്കിൽ ബ്രസ്റ്റിനെ എത്തിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് വൈറ്റമിൻ എക്ക് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ അണ്ടത്തിനെ ഫുഡായിട്ട്, നമ്മൾ അണ്ടത്തിനെ കാത്ത് സൂക്ഷിക്കുന്ന കുറച്ച് സെല്ലുകൾ അണ്ടത്തിന് ചുറ്റുമുണ്ട്. ഇത്തരം കോശങ്ങൾ PCODക്കാരിൽ പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നശിക്കാതെ തടയാനും ഇതിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഒക്കെ ഈ വൈറ്റമിൻ എക്ക് കഴിയും. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയിൽ സ്പെഷ്യലി പറയുകയാണെങ്കിൽ വൈറ്റമിൻ B6, വൈറ്റമിൻ B12, അതുപോലെ തന്നെ ഫോളിക് ആസിഡ്. ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഹോമോസിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഈ ഹോമോസിസ്റ്റിൻ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യുൽപാദന ശേഷി കുറയാനും അതുപോലെ തന്നെ ഹോർമോണൽ വ്യതിയാനങ്ങൾ വരാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനും പൊണ്ണത്തടി വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. PCODക്കാരിൽ പൊതുവെ ഇത് കൂടിയ അളവിലാണ് കാണപ്പെടാറ്. അപ്പോൾ ഇതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമുക്ക് വൈറ്റമിൻ B കോംപ്ലക്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നല്ല ഒരു രീതിയിൽ തന്നെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിൽ വൈറ്റമിൻ B6 ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഫുഡിൽ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വൈറ്റമിൻ B കോംപ്ലക്സ് ടാബ്ലറ്റ്സ് കഴിക്കുകയാണെങ്കിലും നമുക്ക് ഒരു പരിധിവരെ ഈ ഹോമോസിസ്റ്റിൻ്റെ ലെവൽ കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ നമ്മൾ PCODക്ക് എടുക്കുന്ന പല മെഡിക്കേഷൻസും ഉണ്ട്, മരുന്നുകൾ നമ്മൾ PCODക്ക് വേണ്ടി കഴിക്കാറുണ്ട്. ഈ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ വൈറ്റമിൻ B നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ PCODക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് കഴിക്കുന്നവരാണെങ്കിൽ വൈറ്റമിൻ B റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ന്യൂട്രിയനെ കുറിച്ച് നിങ്ങൾ അധികം കേട്ട് കാണില്ല. ഇനോസിറ്റോൾ അല്ലെങ്കിൽ മയോ ഇനോസിറ്റോൾ എന്ന് പറയും. ഇതിനെ വൈറ്റമിൻ B8 എന്ന് വിളിക്കാറുണ്ട്. ശരിക്കും ഇത് വൈറ്റമിൻ അല്ല, ഇതൊരു ഷുഗർ ആൽക്കഹോൾ എന്ന് പറയാം. ഒരു പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് മധുരം നൽകുന്ന ഒരു കോമ്പോണൻ്റ് ആണിത്. അപ്പോൾ ഇത് PCODനെ സംബന്ധിച്ച് വരുന്ന മിക്കവാറും എല്ലാ സിംറ്റംസും മാറ്റാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതിനിപ്പം നമ്മളെ മുഖക്കുരു കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാം, പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പുരുഷ ഹോർമോണിൻ്റെ കൂടിയ തോതിലുള്ള പുരുഷ ഹോർമോണിനെ കുറയ്ക്കാനും നമ്മൾ അണ്ടം പൂർണ്ണമായിട്ടും മെച്യൂർ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ PCOD റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന മൂഡ് സ്വിങ്സ് തൊട്ട് എല്ലാ ബുദ്ധിമുട്ടിനെയും റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഈ ഇനോസിറ്റോൾ നമ്മളെ സഹായിക്കും. സോ PCOD റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഇനോസിറ്റോളിൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉദാഹരണമായിട്ട് നാരകയിനം പഴങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള അരി, ഗോതമ്പ് പോലുള്ള കാര്യങ്ങൾ, നല്ല ചോളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എള്ള്, പലതരത്തിലുള്ള പരിപ്പ്, കടല ഇനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഉപകാരപ്പെടും.
അടുത്തതായിട്ട് വൈറ്റമിൻ ഡി. മിക്കവാറും പൊണ്ണത്തടിയുള്ള PCOD പേഷ്യൻസിൽ സീറം വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. ഇത്തരക്കാർക്ക് ഏകദേശം 1500 IU പെർ ഡേ വെച്ചിട്ട് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ PCODയുടെ ഒരുപാട് സിംറ്റംസിൽ മാറ്റം വന്നതായിട്ട് കാണാറുണ്ട്. പ്രത്യേകമായിട്ടും AMH, ആൻറ്റി മുള്ളേറിൻ ഹോർമോൺ എന്ന് പറയും. ഈ ഹോർമോൺ PCODക്കാരിൽ പ്രത്യുൽപാദന ശേഷി അളക്കുന്ന ഒരു ഹോർമോണൽ ടെസ്റ്റാണ്. മിക്കവാറും ഒബീസ് ആയിട്ടുള്ള PCOD പേഷ്യൻസിൽ AMHൻ്റെ അളവ് കൂടിയ തോതിലാണ് കാണാറുള്ളത്. ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ ഡി സഹായിക്കും. അതുപോലെ തന്നെ പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കാനും നമ്മളെ ഫോളിക്കിൾസിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് വൈറ്റമിൻ ഡി കഴിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. മെൻസ്ട്രൽ സൈക്കിളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ആർത്തവ ചക്രം കറക്റ്റ് ആക്കാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ഹെൽപ്ഫുള്ളാണ്. അടുത്തതായിട്ട് വൈറ്റമിൻ ഇ പോഷകക്കുറവുള്ള PCOD പേഷ്യൻസിൻ്റെ യൂട്രസിൻ്റെ കട്ടി കുറവായിരിക്കും. അതായത് എൻഡോമെട്രിയൽ തിക്നെസ് കുറവായിരിക്കും. അവർക്ക് കറക്റ്റ് പീരിയഡ്സ്, മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ആർത്തവ ചക്രമൊക്കെ അവർക്ക് കറക്റ്റായിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അവരുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. സോ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തും വഴി നമുക്ക് ഇതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ വൈറ്റമിൻ ഇ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് കഴിക്കും വഴി നമ്മൾ PCOD മാറി അതൊരു യൂട്രീൻ ക്യാൻസറോ അതല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ ആവാതിരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ലീൻ PCOD ഉള്ളവർ, വണ്ണമില്ലാതെ PCOD ഉള്ള ആളുകളുടെ ശരീരത്തിൽ L-കാർണിറ്റിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിൻ്റെ അളവ് കുറഞ്ഞു കാണാറുണ്ട്. ഇത് സപ്ലിമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെയോ ഇവർക്ക് L-കാർണിറ്റിൻ അടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഒരു സിംറ്റംസിലൊക്കെ മാറ്റം കണ്ടുവരാറുണ്ട്. പ്രത്യേകമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറച്ച് നല്ല അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവ് അവരുടെ ബോഡിക്ക് തിരിച്ചു വരാറുണ്ട്. ഇതുപോലെ പ്രധാനമാണ് L-ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. L-ഗ്ലൂട്ടാമിൻ നമ്മൾ IBS പോലുള്ള കോംപ്ലിക്കേഷൻ PCODക്കാരിൽ കണ്ടുവരാറുണ്ട്. ഇത്തരക്കാർക്ക് അവരുടെ ആമാശയത്തിൻ്റെ ഹെൽത്തിനെ തിരിച്ചെടുക്കാനായിട്ട് ഈ L-ഗ്ലൂട്ടാമിൻ സഹായിക്കാറുണ്ട്. ഇത് മെയിനായിട്ടും കണ്ടുവരുന്നത് നോൺ വെജ് ഫുഡ് ഐറ്റംസിലാണ്. ചീസ്, പാല്, അതുപോലെ തന്നെ റെഡ് മീറ്റ്, കോഴി പോലുള്ള ഫുഡ് ഐറ്റംസിലാണ് ഇത്തരത്തിലുള്ള L-ഗ്ലൂട്ടാമിനും അതുപോലെ തന്നെ L-സിസ്റ്റീനും കണ്ടുവരാറുള്ളത്. PCOD ഉള്ളവരിൽ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് മിനറൽസിൻ്റെ കുറവ് കാണാറുണ്ട്. മുഖ്യമായിട്ടും അതിൽ അയൺ ആണ് വരുന്നത്. അമിതമായ രക്തസ്രാവം മൂലം ഇവർക്ക് അനീമിയ വരാനും അതുപോലെ തന്നെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അഭാവം വരാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി പൊതുവെ ഇവർക്ക് കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതുമൂലം തന്നെ അവർക്ക് കാൽസ്യം ശരീരത്തിൽ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ മെഗ്നീഷ്യം, സെലീനിയം, സിങ്ക് പോലുള്ള മിനറൽസ് ഇവർ കഴിക്കുന്ന മെഡിസിനുകളുടെ ഭാഗമായിട്ടും സൈഡ് എഫക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇവർ ശരീരത്തിന് ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവ് മൂലവും ഇവരുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഈ മിനറൽസിൻ്റെ ഒക്കെ ഒരു മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആർത്തവ ചക്രം കറക്റ്റ് ആക്കുക, അതുപോലെ പുരുഷ ഹോർമോണിൻ്റെ അളവ് ഇവരുടെ ശരീരത്തിൽ നിന്നും കുറയ്ക്കുക. ഇതിൽ അവർ ഒബീസ് ആയിട്ടുള്ള ആളുകൾ, അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ ശരീരത്തിൽ നിന്ന് ചീത്ത കൊഴുപ്പിന് പുറം തള്ളിയിട്ട് ഇവർ വെയിറ്റ് ലോസ് പെട്ടെന്നാക്കുക. ഇതുപോലെ തന്നെ ഇവരുടെ ഈ ഓവറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ ഈ മെഗ്നീഷ്യത്തിനുള്ളൊരു റോൾ എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് PCODക്കാരിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് മെഗ്നീഷ്യം സപ്ലിമെൻറ്റേഷൻ വളരെയധികം യൂസ്ഫുള്ളാണ്. കൂടാതെ തന്നെ ഫോളിക് ആസിഡും അതിൻ്റെ കൂടെ അയണും കൂടെ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന വിളർച്ച, രക്തക്കുറവൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഇവരുടെ HB നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഭക്ഷണ പദാർത്ഥമാണ് പ്രോബയോട്ടിക്. എന്താണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം, നല്ല അണുക്കളെയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വൻകുടലിൽ എത്തിയിട്ട് നാരുകളെയൊക്കെ ദഹിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. പ്രോബയോട്ടിക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. PCOD ഉള്ളവർ നിർബന്ധമായിട്ടും ഒരു പ്രോബയോട്ടിക് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഉദാഹരണമായിട്ട് തൈര്, മോര്, അതുപോലെ തന്നെ പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മൾ കുതിർത്ത ഗ്രീൻ പീസ് പോലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് PCODക്കാർക്ക് സാധാരണമായി കണ്ടുവരുന്ന പോഷകാഹാരക്കുറവുകൾ എന്തെല്ലാമാണ്, ഈ പോഷകങ്ങളെല്ലാം അവർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് അവരുടെ ബോഡിയിൽ വരുന്നതെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ലിനോസ് പ്ലാനറ്റ്. ഇതിൻ്റെ ഒരു തേർഡ് പാർട്ട് ഉണ്ടായിരിക്കും. അത് PCODക്കാർക്കുള്ള ഒരു കംപ്ലീറ്റ് മീൽ പാറ്റേൺ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.